എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഇന്ന് നമ്മുടെ 12ാമത്തെ ദിവസമാണ്. ദ സ്പിരിറ്റ് ഓഫ് ശാസ്ത. ശാസ്താവിനെ അറിയുക, അയ്യനെ അറിയുക എന്നുള്ള ആ ഒരു വിജ്ഞാന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ ഈ ഒരു നല്ല പുലർവേളയിൽ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച വിഷയം കൂർമാവതാരത്തിനെ കുറിച്ചിട്ടായിരുന്നു. പാലാഴി മദനത്തിൽ മന്ദരപർവ്വതത്തെക്കുറിച്ച് എന്താണത് ഉദ്ദേശിക്കുന്നത്, ദേവന്മാരും അസുരന്മാരും എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഗുണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രകൃതം രൂപപ്പെടുന്നത്, ഇതൊക്കെ നമ്മൾ സംസാരിച്ച വിഷയമാണ്. ഇന്ന് നമ്മൾക്ക് ആ കഥയിലേക്ക് മുൻപോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞത് തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കൂർമ്മത്തിൻ്റെ പാരമ്പര്യം എന്താണ്, സമുദ്രമഥനത്തിലെ കൂർമ്മത്തിൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ്. സമുദ്രമഥനം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അല്ലേ, കൂർമ്മ അവതാരം എന്ന് പറയുമ്പോൾ ആ ഗുണങ്ങൾ, ശക്തമായ സംരക്ഷണത്തിൻ്റെ, പിന്തുണയുടെ അല്ലെ, ത്യാഗത്തിൻ്റെ, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ, വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭാരങ്ങൾ വഹിക്കുന്നതിൻ്റെ അല്ലെ, കുടുംബത്തിൻ്റെ പൂർണ്ണത എന്ന വലിയ നന്മയാണ് നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അതാണല്ലോ. ഒരു ഭാര്യയാണെങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ, ഒരു അച്ഛനാണെങ്കിൽ, ഒരു അമ്മയാണെങ്കിൽ, ഓരോരോ നമ്മുടെ ജീവിതത്തിലെ റോളിലും നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിലൂടെ നമ്മൾ വലിയ നന്മകൾ ചെയ്യാനുണ്ട്. ആ വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ടെൻഷനും പ്രഷറും, എന്ത് ഭാരം വഹിക്കാനും ഞാൻ തയ്യാറാവണം. ആ ഭാരം വഹിക്കാൻ വേണ്ടിയിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നത് എന്താണ്, ആ കൂർമ്മത്തിൻ്റെ ശക്തിവിശേഷങ്ങളായിരിക്കണം. മനസ്സിൽ എപ്പോഴും ഈ പറയുന്ന ദേവഗണങ്ങളും അസുരഗണങ്ങളും വന്ന് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊണ്ടുപോയാലും ഇച്ഛാശക്തി എന്ന എൻ്റെ മന്ദരപർവ്വതം ഇളകാതിരിക്കും. അങ്ങനെ ത്യാഗത്തിൻ്റെയും അല്ലേ, അങ്ങനെ അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഉറപ്പാക്കി ലോകത്തിന് ശക്തമായ വരങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ആവിർഭാവത്തിലേക്ക് എന്നെ നയിക്കണം. ലോകം എന്ന് പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ കുടുംബങ്ങൾ, കുലങ്ങൾ അല്ലേ, എൻ്റെ അയൽക്കാർ, എൻ്റെ സമൂഹം, ഇതാണ് എൻ്റെ ലോകം അല്ലേ. ബ്രഹ്മാണ്ട വിഷ്ണു എന്നുള്ളത് വലിയ തലത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ലോകം. മനസ്സിലായോ? നമ്മളെപ്പോഴും ഇത് രണ്ടിനും റിലേറ്റ് ചെയ്യണം. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു മിനിസ്ക്യൂളാണ് എൻ്റെ ലൈഫ്, ഞാൻ എന്ന് പറയുന്നതിന് ചുറ്റും നടക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ബാനറാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത്. ഇത് രണ്ടിനെയും കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഇതിൻ്റെ രണ്ടിൻ്റെ കണക്ടിവിറ്റി. എന്നിട്ട് ഞാനും അതും തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ കൂടാതെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിൽ സ്ഥിരതയുടെയും വഴക്കത്തിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ ആദ്യം ഓർക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഓർമ്മിപ്പിക്കണം, പഠിപ്പിക്കണം. സ്റ്റെബിലിറ്റിക്ക് ജീവിതത്തിൽ ഒരുപാട് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക അല്ലെ, ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച ഇപ്പോൾ ഹോംവർക്ക് തുടങ്ങി, കുട്ടിയെ സംബന്ധിച്ച് ഹോംവർക്ക് തുടങ്ങി ഒരു പ്രോസസ്സാണ്. ആ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് അത് പൂർത്തിയാക്കണം എന്നുള്ളത്. എന്നും ഇത്ര ഹോംവർക്ക് ഉണ്ടെങ്കിൽ തീർത്തിട്ടേ ക്ലാസ്സിൽ പോവുള്ളൂ. അതെന്താണ്? സ്ഥിരതയാണ്, സ്റ്റെബിലിറ്റിയാണ്. അങ്ങനെ ഞാൻ കൊച്ചു ഉദാഹരണം പറഞ്ഞതെന്നുള്ളൂ. ഒരുപാട് നമുക്ക് വലിയ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ജീവിതത്തിൽ വെല്ലുവിളികൾ, എക്സാംസ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെ തരണം ചെയ്യും. അപ്പോൾ സ്ഥിരത, വഴക്കം അല്ലേ, നമ്മൾ പറഞ്ഞു മെയ് വഴക്കം. അതുപോലെ നമ്മുടെ എല്ലാ തലങ്ങളിലും നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതിനാണ് വഴക്കം എന്ന് പറയുക അല്ലേ. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തണം. ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് കൂർമ്മം. അപ്പോൾ കൂർമ്മത്തിൻ്റെ അചഞ്ചലമായ പിന്തുണ ഒക്കെ നമ്മളിൽ എപ്പോഴാണ് വരിക? ഈ ക്വാളിറ്റീസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ കൂർമാരാധന ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഭാരതത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളൊക്കെ എടുത്താൽ കൂർമാധാരം ഉണ്ട്. കൂർമാധാരത്തിൻ്റെ
സാധന ഒക്കെ ഉണ്ട് ഈ ഒരു ശക്തി ഉള്ളിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പറഞ്ഞ കൂർമ്മത്തിൻ്റെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് കരുതി അതിനെ കൂർമാരാധനയിലൂടെയാണ് നമ്മളത് ഉപാസന. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും നമ്മൾക്ക് ഉപാസന മാത്രമേ ഉള്ളൂ. ഉപാസനയിലൂടെ തപസ്സാണത്. തപസ്സിലൂടെ നമ്മൾ ആ ക്വാളിറ്റീസ് നമ്മളിൽ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ മറ്റ് അവതാരങ്ങളെ പോലെ അത്ര വ്യാപകമായിട്ട് കൂർമ്മത്തെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല. പക്ഷെ പ്രത്യേക സമൂഹങ്ങളുടെ അവരുടെ കുലത്തിലെ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. കേരളത്തിൽ കൂർമ്മക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, തമിഴ്നാട്ടിലും കൂർമ്മക്ഷേത്രം ഉണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ സമർപ്പിതമായ ആരാധനകളൊക്കെ ഉണ്ട്. ശാശ്വതമായി ഈ പറയുന്ന ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാനുള്ള മൂർത്തികളാണ് ഇവർ. അതുകൊണ്ട് ശക്തിക്കും സുസ്ഥിരതയ്ക്കും വേണ്ടിയിട്ട്, പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, ചാലഞ്ചസിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്തരെന്ത് ചെയ്യും? ഈ പറയുന്ന കൂർമാവതാരത്തിൻ്റെ അനുഗ്രഹം തേടും. അപ്പോൾ കൂർമാവതാരത്തിൻ്റെ കഥ മനുഷ്യ സമൂഹത്തിലെ എണ്ണമറ്റ വ്യക്തികളുമായി നമ്മൾ ശരിക്കും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് ചുറ്റുമുള്ള പേഴ്സണാലിറ്റീസിനെ എടുത്ത് നോക്കാം. ജീവിതത്തിൽ വിജയിച്ച ആളുകൾ, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ചുറ്റുമുള്ള നമുക്കറിയാത്തതല്ല, നമ്മളെ വീടുകളിൽ തന്നെ ഓരോ പേഴ്സണാലിറ്റീനെ എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ അഭ്യാസമായിട്ട് വേണ്ടത്. ശരിക്കും ആധ്യാത്മികതയിലെ അഭ്യാസം ഈ പറയുന്നത്, നമ്മൾ പഠിച്ച ഈ ഒരു തത്വം എൻ്റെ വീട്ടിൽ ഓരോ ആളുകളുടെ പേഴ്സണാലിറ്റി എടുത്ത് നോക്കാം. എന്നിട്ട് അവരിൽ ഈ കൂർമ്മത്തിൻ്റെ ഈ ഒരു കൂർമാവതാരത്തിൻ്റെ ഈ ബേസിക് ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. ചില ആളുകളിൽ നമ്മൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. അവരിൽ ശരിക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. വലിയ വെല്ലുവിളികൾ നേരിടുമ്പോഴും അചഞ്ചലമായി ദൃഢനിശ്ചയവും പിന്തുണയോടുകൂടി വിജയത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കണ്ടു വളർന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സദാ ഈ ഒരു അവതാരം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. അത് പിന്നെ ഒരു മന്ത്രമായിട്ട് മാറും. അപ്പോൾ വ്യക്തിപരമായ പോരാട്ടങ്ങളെയും പോരാട്ടങ്ങളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ സംഭാവന നൽകുകയോ, അതായത് നമ്മുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ക്രിയാത്മകമായ മാറ്റം ശരിക്കും നമ്മൾ കെട്ടിപ്പടുക്കുവാൻ കഴിയുന്ന ഒരു ശക്തമായ അടിത്തറയാണ് ശരിക്കും കൂർമ്മത്തിൻ്റെ എക്സാമ്പിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? വാസുകിയുടെ റോൾ എന്താണ് ശരിക്കും, അല്ലേ? നമ്മൾ ഇപ്പം മന്ദരപർവ്വതത്തെ ഇച്ഛാശക്തിയാണെന്ന് പറയുമ്പോൾ നമ്മൾ വാസുകി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. വാസുകി ശരിക്കും നമ്മളെ ഇൻ്റലക്റ്റിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്. മന്ദരപർവ്വതം ഇച്ഛാശക്തിയാണെങ്കിൽ വാസുകി നമ്മുടെ ഇൻ്റലക്റ്റാണ്. ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ബുദ്ധി. അപ്പോൾ ഇത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള സകാരാത്മകമായ ശക്തി അല്ലെങ്കിൽ ഗുണങ്ങൾ, അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നത്. നകാരാത്മക ശക്തിയെ നമ്മളെ നെഗറ്റീവ് ഗുണങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഈ ബുദ്ധി എന്താണ് ചെയ്യാന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് ക്വാളിറ്റീസിനെയും തമ്മിൽ ബന്ധിപ്പിക്കും. നമ്മുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ബന്ധിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, എളുപ്പമുള്ള ഒരു ഉദാഹരണമുണ്ട്. ഇപ്പം നിങ്ങളൊരു ട്രെയിൻ യാത്രയിൽ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ പൈസ നിങ്ങളുടെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ട്രെയിനിൽ ചില ആളുകൾ പാട്ട് പാടി, ചില ആളുകൾ കുഞ്ഞിനൊക്കെ ഇങ്ങനെ ഒക്കത്തിരുത്തിയിട്ടൊക്കെ വരും. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് പോക്കറ്റിൽ പോകും, അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന്. ഇത് നിങ്ങളുടെ നകാരാത്മക ശക്തിയാണ്. അത് മൈൻഡ്, ഈ പറയുന്ന ഇൻ്റലക്റ്റ് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് നിങ്ങളത് ചെയ്യാൻ പോകും. ഉടനെ തന്നെ മൈൻഡിൻ്റെ വേറൊരു ഡയമെൻഷൻ വരും. ഇത് ഇവർ ശരിക്കും ഒരു മാഫിയയുടെ ഭാഗമാണോ? ഇനി അത് ആണുങ്ങളാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഇത് ഇവർ കൊണ്ടുപോയിട്ട് കള്ളു കുടിക്കാനൊക്കെ അല്ല ഉപയോഗിക്കുക, ഞാൻ ഈ പൈസ കൊടുത്താൽ ഇവർ ശരിക്കും അത് മര്യാദയ്ക്ക് ഇവർ ഉപയോഗിക്കുമോ? അതുകൊണ്ട് എന്തിനാണ് ഇതൊക്കെ ശരിക്കും ഒരു തട്ടിപ്പല്ലേ എന്ന് ചോദിക്കും. ഉള്ളിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നതാണ്. അതെന്താണ്? ശരിക്കും നകാരാത്മകമായ ഗുണമാണ് മൈൻഡിൻ്റെ. അപ്പോൾ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇച്ഛാശക്തിയെ ഇതിനനുസരിച്ചിട്ട് നയിക്കുന്ന പണിയാണ് ശരിക്കും ആർക്ക്? ഇൻ്റലക്റ്റിന്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇപ്പോൾ ആ കാഴ്ച ഞാനിപ്പോൾ പറഞ്ഞ ഈ ട്രെയിനിൽ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്താണ്? എൻ്റെ കണ്ണിലൂടെ ഇതങ്ങോട്ട് ഉള്ളിലേക്ക് പോവാണ്. അതൊരു ഇൻഫർമേഷനാണ്, ഒരു അറിവാണ്. ആ അറിവ് ഉള്ളിലേക്ക് കൊടുക്കുമ്പം ഇൻ്റലക്റ്റ് എന്താണ് ചെയ്യുക? എൻ്റെ ഉള്ളിലുള്ള ഈ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് എന്നെ നയിക്കും. അപ്പോൾ നല്ലതും ചീത്തയുമായ ഗുണങ്ങളെ ഒന്നിച്ച് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? വാസുകിക്ക്. അതാണ് വാസുകിയുടെ വാൽഭാഗം ദേവന്മാരും തലഭാഗം അസുരന്മാരും. അപ്പോൾ അങ്ങനെ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുക? നമ്മുടെ ഇച്ഛാശക്തി ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് വേണ്ടതും. നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ചിന്തകൾ, ദേവഗുണങ്ങളുള്ള ചിന്തകളും വരും,
നെഗറ്റീവ് സൈഡിലുള്ള ചിന്തകളും വരും. പക്ഷെ ഇതിന് ഇൻ്റലക്റ്റും ഉണ്ട്, അതിന് വിവേചിച്ച് അറിഞ്ഞിട്ട് നമ്മളെ നയിക്കാൻ വേണ്ടി സാധിക്കുന്ന ആളാണ് എന്ത്? വാസുകി. കാരണം ഈ ദേവന്മാരും അസുരന്മാരും ചെയ്യുന്ന പ്രോസസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ കൊണ്ട് വലിക്കുക. ഈ വലിക്കുന്ന സമയത്ത് ഇച്ഛാശക്തിയാകുന്ന എൻ്റെ മന്ദരപർവ്വതത്തെ മുൻപോട്ടേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും ആരാണ്? വാസുകിയാണ് അല്ലേ? മന്ദനം എന്ന ആ ഒരു കൺസെപ്റ്റ്, ആ പ്രോസസ്സിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വാസുകിയാണ്, ഇൻ്റലക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇച്ഛാശക്തിയെ, നമ്മുടെ ഇച്ഛാശക്തിയെ ബുദ്ധി കൊണ്ട് നമ്മൾ നിയന്ത്രിക്കപ്പെടുകയും നമ്മൾ നയിക്കേണ്ടത് ബുദ്ധിയായിരിക്കണം. ബുദ്ധി ശക്തി അല്ലേ? അതായത് ബുദ്ധിശക്തി യാതൊരു പ്രയോഗവുമില്ലാതെ ഉയർന്ന തലത്തിലുള്ള ഒരു പ്രയോഗവുമില്ലാത്ത, ഒരു ആപ്ലിക്കബിലിറ്റിയും ഇല്ലാത്ത ഉയർന്ന തലത്തിലുള്ള ദൃഢനിശ്ചയം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും ശരിക്കും? അതിനെയാണ് നമ്മൾ ജീവിതത്തിൽ വിളിക്കുക എന്താണെന്ന് പറയുക? ഷാഠ്യം. ഷാഠ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയുന്നത് അത് എൻ്റെ മനസ്സിൽ അത് പ്രാക്ടിക്കൽ ആയിരിക്കും, പക്ഷെ പുറത്ത് ലോകത്തിന്, എൻ്റെ കുടുംബത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഷാഠ്യമായിട്ട് മാറും. അപ്പോൾ എന്താണ് ഷാഠ്യം? ഉയർന്ന തലത്തിലുള്ള ഒരു ദൃഢനിശ്ചയം, അതെനിക്ക് വേണം എന്നുള്ള ദൃഢനിശ്ചയം. പക്ഷെ അതെന്താണ്? അത് സാധ്യമല്ല, പ്രാക്ടിക്കൽ അല്ല. അത് യാതൊരു തലത്തിലും അത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ എനിക്ക് എന്താണ്? ദൃഢനിശ്ചയമുണ്ട്. അങ്ങനെയുള്ള ദൃഢനിശ്ചയം കൊണ്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതിനെ ഞാൻ ഷാഠ്യം എന്നാണ് വിളിക്കുക. ജീവിതം വിജയകരമായി മാറ്റാൻ നമുക്ക് ഇതുകൊണ്ടാവില്ല. അപ്പോൾ ഉയർന്ന തലത്തിലുള്ള യാതൊരു പ്രയോഗവുമില്ലാതെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വളരെ ഹയസ്റ്റ് ദൃഢനിശ്ചയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷാഠ്യം അല്ലേ? അതിപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അല്ലേ? രാജ്യത്തിന് പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചിന്തിക്കേണ്ടത്. അയാളുടെ മനസ്സിൽ ഒരു നല്ല കാര്യമാണ് ഇതെന്ന് അയാൾക്ക് ബോധ്യം ഉണ്ടായത് കൊണ്ട് മാത്രം അയാൾക്ക് ഒരു രാജ്യത്തെ നയിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും പ്രാപ്യമാണോ, പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഞാൻ എന്തായി തീരുന്നത്? എൻ്റെ ബുദ്ധി എന്നെ നയിക്കുന്നത്. അതല്ലാതെ ഇത് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ മതി, ഇങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത് എന്താണ്? അത് ഷാഠ്യമാണ്. ബാക്കിയുള്ള ആളുകളുടെ കാര്യമൊന്നും ആലോചിക്കാതെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഷാഠ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ഛാശക്തിയെ നമ്മൾ ബുദ്ധിശക്തി കൊണ്ടാണ് നയിക്കേണ്ടത്. ഇത് മറന്നു പോകരുത്. അപ്പോൾ വാസുകി എന്നുള്ളത് മന്ദരപർവ്വതത്തെ ഈ ട്വിസ്റ്റിന് വേണ്ടി റെഡിയാക്കി എടുക്കുന്നത്, ഇച്ഛാശക്തിയെ ജീവിതത്തിന് വേണ്ടി മോൾഡ് ചെയ്യുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇൻ്റലക്റ്റാണ്. അപ്പോൾ ബുദ്ധി എന്നുള്ളത് അസുരഗണങ്ങളാലും ദേവഗുണങ്ങളാലും സ്വാധീനിക്കപ്പെടും. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ബുദ്ധി ഓൾവേസ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അത് ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നെഗറ്റീവായ ഇൻഫ്ലുവൻസ് ഉണ്ട് ബുദ്ധിക്ക്. അതുപോലെ തന്നെ ഈ ആസുരീകമായ ചിന്തകളും എൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കാം. അപ്പോൾ ദേവഗണങ്ങളും അസുരഗണങ്ങളും എന്ത് ചെയ്യും? വാസുകിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പാലാഴി മദനത്തിൽ നമ്മൾ കാണുന്നത് അല്ലെ? മന്ദരപർവ്വതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ വാസുകിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. അപ്പം എന്താ അർത്ഥം? എൻ്റെ ബുദ്ധിയെ അസുര ചിന്തകളും ദേവചിന്തകളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും, സാധ്യത ഉണ്ടെന്നല്ല, വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ദൈനംദിന ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വികാരങ്ങളും പോസിറ്റീവ് വികാരങ്ങളും തമ്മിലുള്ള പോരാട്ടം. അപ്പം നമ്മൾ ഇതുകൊണ്ട് എന്താ ഉണ്ടാകുക? നമ്മൾ വിഷാദത്തിലായിരിക്കും, ഡിപ്രസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ നിഷേധാത്മക ശക്തികൾ നമ്മുടെ തലച്ചോറിനോട് എന്ത് പറയും? ആ പോയിന്റിലാണ് നമ്മുടെ തലച്ചോറിനോട് ഈ നിഷേധാത്മക ശക്തികൾ പറയും, എന്നാ വാ നമുക്ക് കുറച്ച് മദ്യം കഴിക്കാം. നമ്മൾ എപ്പോഴാണ് മദ്യം കഴിക്കുക ശരിക്കും? ആളുകൾ ലഹരിയിലേക്ക് നമ്മൾ എപ്പോഴാണ് പോകാമെന്നറിയാം? നമ്മൾ ഉള്ളിൽ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോഴാണ്. ഉള്ളിൽ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയം ഏതാണ്? അത് ഈ പറയുന്ന കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നമ്മളോട് ആ സമയത്ത് പറയും? വേണ്ട, ഇത് നമുക്ക് ഒരു നല്ല ശീലമല്ല എന്ന് പോസിറ്റിവിറ്റി പറയും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ശക്തി നമ്മളോട് പറയും വാ മദ്യം കഴിക്കാം. അപ്പോൾ നമ്മളോട് പോസിറ്റീവ് ശക്തി പറയും വേണ്ട, ഇത് അത്ര നല്ല ശീലമല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കണം, ഈ ചിലവിടുന്ന പൈസ എനിക്ക് ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ആ ലഹരി പോകും. അപ്പോൾ അത്രയും സമയത്തിന് വേണ്ടി ഇത്രയും വലിയ പൈസ എന്തിനാണ് ഞാൻ ചിലവാക്കുന്നത്?
അതാണെങ്കിൽ എനിക്ക് മാത്രമാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് താനും, ഗുണമല്ല ആ ലഹരി കിട്ടുന്നത്. അപ്പോൾ അതിന് നല്ലത് എൻ്റെ കുടുംബത്തിന് ആ പൈസ കൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സന്തോഷകരമായ അവസ്ഥ ഉണ്ടാവുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പോസിറ്റിവിറ്റി പറയും. ഈ രീതിയിൽ ഇരുപക്ഷവും അവർക്ക് അനുകൂലമായി നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അപ്പോൾ ഏത് ഗുണങ്ങളാണ് നിങ്ങളിൽ കൂടുതൽ പ്രബലമായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏത് ഗുണങ്ങളാണ് പ്രബലമായിരിക്കുന്നത്, അസുരന്മാരാണോ മികച്ചിരിക്കുന്നത്, ദേവന്മാരാണോ മികച്ചിരിക്കുന്നത്, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ നമുക്ക് റിവാർഡ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു മോശമായ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഗുണം നകാരാത്മകമായ ഗുണങ്ങളിലാണ് നമ്മൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്ന് ഭവിക്കുന്നത്. നേരെ മറിച്ച് എൻ്റെ ഇൻ്റലക്റ്റ്, എൻ്റെ ഇച്ഛാശക്തി പോസിറ്റീവ് സൈഡിലാണെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു മോശമായ സ്ഥിതിവിശേഷം, അവസ്ഥാന്തരം ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഇതിന് നിങ്ങൾ എന്താ പറയുക, പണിക്കരുടെ അടുത്ത് പോയി കബഡി നിരത്തി വെച്ച് നോക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ ഇൻ്റലക്റ്റിനെ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഒരുപാട് കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ കഥ എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളഞ്ഞു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു പുരാണത്തെ നമ്മൾ ശരിക്കും ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് നല്ല ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്, എന്ത് നല്ല ഫിലോസഫീസ് ആണ് കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്, നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്, ഈ വരുന്ന ജനറേഷൻസിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. പകരം നമ്മൾ മോറൽ സയൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആരുടേതോ ഒക്കെ ജീവിത കഥകൾ മാത്രമാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ കഥകൾ പഠിപ്പിക്കണം, അതിൻ്റെ അകത്തുള്ള തത്വം എടുത്ത് പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് ഞാൻ പറയും ഇംപ്ലിമെൻ്റ് ചെയ്യണം. അവിടെയാണ് ഉപാസന. ശബരിമല ചെയ്യുന്നത് അതാണ്. ഞാൻ പറഞ്ഞില്ല, 18 പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദുർഗുണങ്ങളെയും ഞാൻ അതിജീവിച്ചു കൊണ്ട് മുൻപോട്ടേക്ക് പോകുന്നതാണ് സത്യമായ പൊന്ന് 18ാം പടി. അപ്പോൾ അങ്ങനെ അതിജീവിച്ച് മുൻപോട്ട് പോകുന്ന ഞാൻ എത്തി നിൽക്കുന്ന പോയിന്റാണ് തത്വമസി. ഐ ഹാവ് divine qualities, I have acquired divine qualities, I have achieved divine qualities. അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ അത് തന്നെയാണ്. എന്താണോ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ എന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉയരുകയാണ്. ശബരിമലയും ഈ പറയുന്ന ഉപാസനാ രീതികളും തമ്മിൽ നമ്മൾ ശരിക്കും അറിയണം, അറിഞ്ഞു ഉപാസിക്കണം. അതിന് എനിക്ക് കിട്ടുന്ന ദിവസങ്ങളാണ് ഈ 41 ദിവസം, ഇയർലി 41 days ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാണ് ഈ തത്വം. അതാണ് ശരിക്കും ശബരിമലയ്ക്ക് മാലയിടൽ. അല്ലാതെ ശബരിമലയിൽ പോവാൻ മാലയിട്ട് എന്നും രാവിലെ കുളിച്ച് എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി ശരണം വിളിച്ച് ദേവനെ കണ്ട് മടങ്ങി വന്ന് ദൈനംദിന ജീവിതത്തിൽ നിന്ന് പിന്നെ ആഹാരം പച്ചക്കറി മാത്രം എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നതാണോ യഥാർത്ഥ തീർത്ഥാടനം? അതോ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് തികച്ചും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണോ? നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ കുടുംബത്തിലുള്ള അയ്യപ്പന്മാരോട് ചോദിക്കണം, അവരുടെ വീക്ഷണം എന്താണെന്ന് അറിയണം, ഈ കാര്യങ്ങൾ അവരോട് പറയണം. എന്നിട്ട് നമ്മൾക്കൊരു പുതിയ ഡയമെൻഷൻസിലേക്ക് ഈ ശബരിമല തീർത്ഥാടനത്തെ കൊണ്ടുപോകാനുണ്ട്. എന്താണ് യഥാർത്ഥത്തിലെ തീർത്ഥാടനം? ആ തീർത്ഥാടനത്തിന് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം, ഇപ്പം നമ്മൾ ഒരു പരിധി വരെ ശരീരം കൊണ്ട് മാത്രമാണെന്നാണ് ഇപ്പോഴും ഞാൻ പറയാം. ഇതൊന്നും എൻ്റെ അവകാശവാദമല്ല. ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ബോധ്യങ്ങളാണ്. ചിലപ്പോൾ ഇത് കംപ്ലീറ്റ്ലി തെറ്റാവാം. ഞാൻ പറയുന്നത് ചിലപ്പോൾ സമൂഹത്തിൻ്റെ കണ്ണിൽ അവിനാശ് ജി പറയുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് കിട്ടിയ ബോധ്യം സമൂഹത്തിൽ നോക്കുമ്പോൾ കൂടുതലും ശാരീരികമായ ഒരു ആചരണ പദ്ധതി മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ശബരിമലയെ കാണുന്നത്. പക്ഷെ അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു ന്യൂനപക്ഷമായ ആളുകളുണ്ട് ഇത് വളരെ താത്വികമായി അയ്യപ്പനെ കാണാൻ വരുന്നതും അയ്യപ്പൻ്റെ ദർശനം നേടുന്നതും ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ നേടുന്ന ആൾക്കാർ ഒരു ന്യൂനപക്ഷമാണുള്ളത്. നമ്മുടെ ലക്ഷ്യം ഇത് ഭൂരിപക്ഷം അതുപോലെ ആവണം എന്നാണ്. ഭൂരിപക്ഷം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ഈ നാടിൻ്റെയും ഈ സമൂഹത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? വളരെ ഈ പറയുന്ന ആ പഴയ ഭാരതം, ലോകത്തിന് വിസ്മയകരമായ ആ ഭാരതം, ആ അന്തരീക്ഷത്തിൽ ജീവിച്ച ആ പുണ്യാത്മാക്കളൊക്കെ എത്ര ഭാഗ്യവാന്മാരായിരിക്കും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ ബുദ്ധി അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഏത് ഗുണങ്ങളാണ് നമ്മളിൽ കൂടുതൽ പ്രബലമായിരിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ജീവിതം സുഖകരമാവണോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻ്റലക്റ്റിനെ സ്വാധീനിക്കുന്നത് ഓൾവേസ് പോസിറ്റീവായ തോട്ട്സ് ആയിരിക്കണം.
പിന്നെ ഈ പോസിറ്റീവായ തോട്ട്സ് സ്വാധീനിച്ച പോസിറ്റീവായ ഇൻ്റലക്റ്റ് കൊണ്ട് ഞാൻ എൻ്റെ ഇച്ഛാശക്തിയെ, വിൽ പവറിനെ ഓൾവേസ് ഒരു കോംപ്രമൈസും ഇല്ലാതെ നിലനിർത്താൻ പറ്റണം. അതിന് വേണ്ട എൻ്റെ അടിത്തറയാണ് എൻ്റെ ഉള്ളിൽ ഒരു വിഷ്ണു ചൈതന്യമുണ്ട്, അതിൻ്റെ പേരാണ് കൂർമ്മ ചൈതന്യം. അപ്പോൾ ആ കൂർമാവതാരത്തെക്കുറിച്ച് ഓർത്ത് കൂർമാവതാരം പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എന്നും രാവിലെ ഇതാണ് ശരിക്കും നമ്മൾ കുളി കഴിഞ്ഞാലുള്ള ആരാധന നിത്യം നിർബന്ധം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു 41 ദിവസത്തേക്ക് ചിലപ്പം കൂർമ്മത്തെ ഉപാസിക്കുന്നു. അതെന്തിനാണ്? എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് വേണം. അപ്പം ഒരു കുളി കഴിഞ്ഞൊരു 30 മിനിറ്റ്സ് നിങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ന്യൂറോപാത്ത് ഡെവലപ്പ് ചെയ്യും, സൃഷ്ടിക്കപ്പെടും. പിന്നീട് നിങ്ങൾ സഞ്ചരിക്കുന്നത് ആ വഴിയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ റിസൾട്ട്സ് ഉണ്ടാവും. ഇതൊരു ശാസ്ത്രമാണ് ശരിക്കും. ആധ്യാത്മികതയെ നമ്മൾ ഏതോ പോയിന്റിൽ നമ്മളോട് ഈ പറയുന്ന മാക്സ് മുള്ളറും ഈ പറയുന്ന വിദേശി സമൂഹവും പിന്നെ മെക്കോളയൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടു, എന്നാലും നമ്മുടെ മുത്തശ്ശന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടില്ല. ഇവിടെയാണ് നമ്മൾ പറ്റിപ്പോയത്, നമ്മൾ അധപ്പതിച്ചു പോയത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചു നടക്കാൻ സമയമായി. ഇനിയും നമ്മൾ അമാന്തിച്ചുകൂടാ. അപ്പോൾ അസുരൻ ദേവനാണ് ഞാനെങ്കിൽ എനിക്ക് ദേവലോകം കിട്ടും, അസുരനാണ് ഞാനെങ്കിൽ എനിക്ക് ആസുരീക ലോകം കിട്ടും. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ അസുരന്മാരെ ഈ പാലാഴി മദനത്തിന് ശരിക്കും ദേവന്മാരെയും അസുരന്മാരെയും ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തുടച്ച് നീക്കാൻ പോകുന്നതായിരുന്നു കാളകൂട വിഷം, അല്ലേ? അപ്പോൾ കാളകൂട വിഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധി നമ്മൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു വിഷമകരമായ ഒരു അവസ്ഥ, അതിനെയാണ് ശരിക്കും കാളകൂടം. അല്ലെങ്കിൽ ദേവഗുണങ്ങൾക്ക് നമ്മളിൽ പ്രബലമാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ്റെ അമൃതത്വം നിങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന പോലെ നകാരാത്മക ശക്തിയാണ് വരുന്നതെങ്കിൽ ഈ കാളകൂട വിഷമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക. മനസ്സിലായോ? ഇപ്പോൾ കാളകൂട വിഷം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ഈ പറയുന്ന ബുദ്ധി നമ്മൾക്കെതിരായി പ്രവർത്തിക്കുന്ന സമയങ്ങളുണ്ട് ജീവിതത്തിൽ. അതെന്താ? നമ്മുടെ തന്നെ നാശത്തിന് കാരണം, അല്ലേ? ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് അതാണ് ശരിക്കും ജീവിതത്തിലെ കാളകൂടാണ്. എന്താണ്? ബുദ്ധി വേറെ എന്തോ ചിന്തിക്കേണ്ട ബുദ്ധി എന്താണ്? ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. കള്ള് കുടിച്ച് നശിക്കുക എന്ന് ഞാൻ തീരുമാനിക്കുന്നതെന്നാണ് എൻ്റെ ജീവിതത്തിലെ കാളകൂടമാണത്. അപ്പോൾ ആ ജീവിതത്തിൽ വാസുകി എപ്പോഴും ഈ പറയുന്ന ഈ ചേണിങ്ങിൽ, ഈ മദനത്തിൽ കാളകൂടം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അവിടെയാണ് ഇനി അടുത്ത ട്വിസ്റ്റ് നമുക്ക് ആലോചിക്കേണ്ടത്. അപ്പോൾ എന്താണ് കഥ? കഥയുടെ ബാക്കി ഭാഗം, സമുദ്രത്തിൽ നിന്ന് ഭയങ്കരമായ ഹാലാഹലം എന്ന് പറയുന്ന വിഷം പുറപ്പെട്ടു. ഈ ജീവിത മദനം നടക്കുമ്പോൾ ഹാലാഹല വിഷം പുറത്തേക്ക് വന്നു. ശിവൻ അത് വിഴുങ്ങി, അല്ലേ? പാർവതി അത് കണ്ട് ആളുടെ കണ്ടം കയറി പിടിച്ചു എന്നൊക്കെയാണ് പുരാണം. അതോടുകൂടി ശിവന് നീല നിറായി, അല്ലേ? നീലകണ്ഠൻ. അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന് പേര് വന്നത്. അപ്പോൾ ദേവന്മാരും അസുരന്മാരും ചേർന്ന് കടഞ്ഞ ഈ സമുദ്രത്തിൽ നിന്ന് വിലപിടിപ്പുള്ള പലതും വസ്തുക്കൾ ഉയർന്നു വന്നു. ആകെ 14 എണ്ണം എന്നൊക്കെയാണ് പുരാണം. ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ടാണ് ചിലത് ഞാൻ അങ്ങോട്ട് പോവാത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്കൊരു കേന്ദ്രീകൃത സ്വഭാവമുണ്ട്. നമ്മൾ ശാസ്താവിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ശാസ്താവിൻ്റെ ജനനത്തിന് കാരണമായ വസ്തുതകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായി വന്നത് എന്താണ്? കാമധേനു, അല്ലേ? അത് മുനിമാർക്ക് കാമധേനു. അതിനുശേഷം എന്താണ്? ഉച്ചൈശ്രവസ് എന്ന 7 തലയുള്ള കുതിര, അത് അസുരന്മാർക്ക് കൊടുത്ത്. പിന്നെ എന്താണ്? ഐരാവതം, ദേവരാജനായ ഇന്ദ്രൻ അത് സ്വീകരിച്ചു. പിന്നെയോ ഒരിക്കലും വാടാത്ത പൂവായ പാരിജാതം, അല്ലേ? അത് അല്ലെങ്കിൽ പാരിജാത വൃക്ഷം വന്നു. പിന്നെന്താ? ദേവന്മാർ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെന്താ? വീഞ്ഞിൻ്റെയോ മദ്യത്തിൻ്റെയോ സൃഷ്ടാവായ വാരുണി എന്ന ദേവത അതിൽ നിന്ന് വന്നു. ആ വാരുണി അസുരന്മാർ കൊണ്ടുപോയി. പിന്നെയാണ് നമ്മുടെ യഥാർത്ഥ ആൾ വരുന്നത്. ആര്? സമ്പത്തിൻ്റെ ലക്ഷ്മി, സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ഉദയം. അതിനുശേഷം എന്താണ്? ആ ലക്ഷ്മി വന്ന സമയത്ത് ലക്ഷ്മി വിഷ്ണുവിനെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു. വിഷ്ണുവിൻ്റെ വാമഭാഗമാവാൻ തീരുമാനിക്കുന്നു. പിന്നെന്താ? അടുത്തത് സാക്ഷാൽ ശിവന്റെ തലയിൽ അലങ്കാരമായിരിക്കുന്ന ചന്ദ്രൻ, അല്ലേ? അടുത്തത് വരുന്നത് ചന്ദ്രനാണ്. ഒടുവിലായിട്ട് വരുന്നത് ആരാണ്? ഒടുവിലായിട്ട് വരുന്നത് അമൃതപാത്രവും പിടിച്ച് ദിവ്യവൈദ്യനായ ധന്വന്തരിയാണ് അടുത്തത് വരുന്നത്, അല്ലേ? അങ്ങനെ ദേവന്മാരും അസുരന്മാരും അമൃതിൻ്റെ പേരിൽ, ഈ അവസാനത്തിൽ വന്ന അമൃതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു?
അവർ യുദ്ധം തുടങ്ങി. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ മഥനം, പാലാഴി മഥനം നടന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന അമൂല്യമായ എല്ലാ വസ്തുക്കളും വന്നു. ഏതൊക്കെയാണ് വന്നത്? കാമധേനു, ഉച്ചൈശ്രവസ്, പിന്നെ അടുത്തതാരാണ്? ഐരാവതം അല്ലേ? പിന്നെ എന്താണ്? പാരിജാതം അല്ലേ? ഐരാവതം കഴിഞ്ഞ് പാരിജാതം വന്ന്, പിന്നെ വാരുണി വന്നു, പിന്നെ എന്താണ്? ലക്ഷ്മി വന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് ആര് വന്നു? ചന്ദ്രൻ ഉദിച്ചു. പിന്നെ അതിനുശേഷം അമൃത കലശവുമായി സാക്ഷാൽ ധന്വന്തരി വന്നു. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ദീപാവലി ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ദീപാവലി ശരിക്കും ദീപാവലി എന്ന് പറഞ്ഞാൽ അല്ലേ, നോർത്തിലൊക്കെ വളരെ കെങ്കേമമായി, നമ്മൾ കേരളീയർക്ക് പുതിയൊരു കൺസെപ്റ്റാണ്. ഞാൻ അതാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഈ ചരിത്രം, പുരാണപരമായ ഒരുപാട് ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ശരിക്കും ദീപാവലി ഈ പറയുന്ന പാലാഴി മഥനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാമധേനു ഉയർന്നു വന്ന ആ ദിവസം മുതൽ ഇങ്ങ് അമൃത കുംഭവുമായി ധന്വന്തരി വന്ന ദിവസമാണ്. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ ജ്വല്ലറിക്കാരൊക്കെ വളരെ ഉത്സവം കൊണ്ടു നടക്കുന്നത് ധൻതേരാസ്. ധൻതേരാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഈ പറയുന്ന പോലെ പാലാഴി മഥനം നടന്നിട്ട് ധന്വന്തരി ഉയർന്നു വരുന്ന ദിവസമാണ് ശരിക്കും ധൻതേരാസ്. ധനത്രയോദശി, 13ാമത്തെ ദിവസം. മനസ്സിലായോ? അതായത് അമാവാസിക്ക് ശേഷമുള്ള 13ാമത്തെ ദിവസം. അപ്പം നമ്മൾ പറയുന്നത് ദീപാവലി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു കൺസെപ്റ്റ്, അത് നമുക്ക് ഇനിയുള്ള ഇതുപോലൊരു സീരീസ് നമുക്ക് കൊണ്ടുവരാം. ദീപാവലിയെ സംബന്ധിച്ചിട്ടും ലക്ഷ്മി ആരാധനയെക്കുറിച്ചിട്ടും നമ്മളിപ്പം അടുത്ത് തന്നെ വരും. ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൻ്റെയൊക്കെ ഭാഗമാവണം. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇനി നമ്മൾക്ക് കിട്ടാനുള്ള വേദികൾ കുറവാണ്. കാരണം നമ്മുടെ ഈ പറയുന്ന ആരാണോ ഇതൊക്കെ ചെയ്യേണ്ടത്, കാരണം ഒരുപാട് അധികാരികളുണ്ട് ഇപ്പോൾ ഈ മേഖലയിൽ. ക്ഷേത്ര കമ്മിറ്റികൾ, ക്ഷേത്ര ഭാരവാഹികൾ, സർക്കാരിനെ പ്രതിനിധികളായിട്ട് ദേവസ്വം, ഇവരൊക്കെയാണ് ശരിക്കും. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഇവരെ ഫണ്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ ദേവൻ എന്തായാലും പൈസ ആവശ്യമില്ല നമുക്കറിയാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് ആർക്കാണ്? ശരിക്കും അവിടെ ആ ഒരു കേന്ദ്രം നിലനിർത്താൻ വേണ്ടി ആരൊക്കെയാണോ അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ശരിക്കും നമ്മുടെ ഈ നേർച്ചക്കാശ്. ആ ക്രൗഡ് ഫണ്ടിങ് കൊണ്ട് എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഈ സംസ്കാരത്തെ നിലനിർത്താനുള്ള പ്രവൃത്തികളാണ് ശരിക്കും ഈ പറയുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടത്. പകരം നമ്മൾ കാണുന്നത് എന്താണ്? വെറും ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ക്രൗഡ് ഫണ്ടിങ് ഒരു ഭാഗം പോകുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ക്ഷേത്രത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. എംപ്ലോയ് ചെയ്തിട്ട് ഈ പറയുന്ന വലിയൊരു പൈസ ശമ്പളമായിട്ട്, അതായത് ഈ ഒരു സമുദായത്തെ നിലനിർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക ക്രമത്തെ നിലനിർത്തുവാനുള്ള ഒരു കാമധേനുവായിട്ട് മാത്രമാണ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ വർത്തിക്കുന്നത്. പക്ഷെങ്കിൽ അതിൽ നമ്മൾ അറിയാതെ പോകുന്ന വലിയൊരു ഡേഞ്ചർ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ലോജിക്ക്, ഇതിൻ്റെ ഫിലോസഫി നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകെ എന്താവും? കുറേ കാലം കഴിയുമ്പം ഈശ്വര വിശ്വാസത്തിലേക്കും ആധ്യാത്മികതയിലേക്കുള്ള മനുഷ്യൻ്റെ താല്പര്യങ്ങൾ കുറയും. അങ്ങനെ എടുത്തു നോക്കിയാൽ തന്നെ എന്താവും? അമ്പലങ്ങൾ അടച്ചുപൂട്ടേണ്ട ഗതി വരും. ഗവൺമെൻറ്റിന് ഒരു ഖജനാവ് ഭാരമാവുമ്പോൾ ഗവൺമെൻറ്റും എന്ത് ചെയ്യും? അല്ലേ? ദേവസ്വം എന്നുള്ള ആൾക്കാർ ക്ഷേത്രങ്ങളിൽ നിന്ന് പടിയിറങ്ങാൻ തുടങ്ങും. അപ്പോൾ ധാരാളം ആളുകൾക്ക് എന്ത് പറ്റും? ജോലി നഷ്ടപ്പെടും. ഇന്ന് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, KSRTCയിൽ ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ എന്തായി? ഗവൺമെൻറ് മെല്ലെ അതിൽ നിന്ന്, ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി. കാരണം അത് ആ പെർട്ടിക്കുലർ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തം മാത്രമായി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ ബാക്കി ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതല്ല. ഈ ഒരു ധർമ്മത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം നമുക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫിലോസഫി പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ ഇത് അറിഞ്ഞ് വളരേണ്ടതാണ്. അവർക്ക് ഈ വിദ്യ പുറത്ത് ഒരു സ്ഥലത്തുനിന്നും കിട്ടാനുള്ള സാധ്യത നമ്മളെ സംബന്ധിച്ചിട്ട്, ഹൈന്ദവരെ സംബന്ധിച്ചിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ പറയുന്ന പ്രോഗ്രാം പരമാവധി നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കി ഇതൊരു ഗ്രാൻഡ് സക്സസ് ആക്കി മാറ്റണം. കാരണം ഒരുപാട് ഫിലോസഫീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കഥയിൽ
ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ഈ 14 കാര്യങ്ങൾ ഉയർന്നു വന്ന ഈ മദനത്തിൻ്റെ അവസ്ഥയിൽ, പാലാഴി മദനത്തിൻ്റെ അവസ്ഥയിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു തത്വം എന്ന് നമുക്ക് പരിശോധിക്കാം. ഹാലാഹലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഭയങ്കര വിഷം. അതെന്താണ്? മരണമാണ്. നമ്മളുടെ ജീവിതം നമ്മൾ എങ്ങനെ കടഞ്ഞാലും എങ്ങനെ മദനം ചെയ്താലും മരണം തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം നമ്മളെ സമീപിക്കും. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എങ്ങനെ ജനിച്ച അന്ന് മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും മരണം എന്ന ഒരു അവസ്ഥ നമ്മളെ എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മരണം തീർച്ചയായും ഒരു ദിവസം ഉയർന്നു വരും. അത് നമ്മുടെ ഉള്ളിലുള്ള ദേവഗുണങ്ങളെയും അല്ലെങ്കിൽ അസുര ഗുണങ്ങളെ എല്ലാം നശിപ്പിക്കും, അല്ലേ? മരണം എന്ന ദിവസം എന്താണ്? പ്രാണൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതുവരെ എൻ്റെ കൂടെ ഉണ്ടായ ആ ദേവന്മാരും അസുരന്മാരുമാകുന്ന ഈ 2 ഗുണങ്ങളും കൂടെ നശിപ്പിച്ചിട്ടാണ് മരണം പോവുക. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നാൽ ഈ എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഈ മരണം നമ്മുടെ ജീവിതത്തിൽ എന്താ സൃഷ്ടിക്കുന്നത്? ശരിക്കും ഭയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഭൂരിഭാഗം മനുഷ്യരും ജീവിക്കുന്നത് 4 വികാരങ്ങളുടെ പുറത്താണ്. എന്താണ്? ആഹാരം, നിദ്ര, മൈഥുനം, ഭയം. ഇതിന് തന്ത്രം വിളിക്കുന്നത് പശുത്വം എന്നാണ്, മൃഗബോധം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിൽ ഭയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താണ് ഭയം? മരിക്കുമ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കണം. മരണം എന്ന അടിസ്ഥാനപരമായ ഭയത്തിന് ചുറ്റുമുള്ള ഒരു ഓട്ടമാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ നിർവചിക്കുക കേട്ടോ. എന്താണ് ജീവിതം എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ രസകരമായി നിങ്ങൾക്ക് പറയാം. എന്ത് പറയാം? ഈ പറയുന്ന പോലെ പശുത്വത്തിൽ അല്ലെങ്കിൽ പശുബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രബലമായ ഒരു അടിസ്ഥാനം ഉണ്ട്. എന്ത്? ഭയം. ആ വികാരത്തെ നയിക്കുന്നത് മരണം എന്ന പ്രതിഭാസവും, ആ മരണം എന്ന പ്രതിഭാസം നയിക്കുന്ന ഭയം എന്ന വികാരത്തിനെ ചുറ്റിപ്പറ്റി നമ്മൾ ആയുസ് ചെലവാക്കുന്നതാണ് ശരിക്കും എന്ത്? ജീവിതം. ഇന്നത്തെ ശരാശരി ജീവിതത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ മരണം നമ്മുടെ ജീവിതത്തിൽ ഭയം സൃഷ്ടിക്കും. മാത്രമല്ല അത് നമ്മളെ തളർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു 40, 45, 50 ഒക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ജീവിതത്തിനോട് വിരക്തി തോന്നിത്തുടങ്ങും. അവിടെയാണ് പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല. നമുക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ പിറവിയെടുക്കുമ്പോൾ നമ്മൾക്ക് ഈശ്വരൻ തന്നത് ശരിക്കും ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, എനിക്കറിയാം. നമ്മുടെയൊക്കെ ആന്തരിക അവയവങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, നമ്മുടെ കിഡ്നി ഈസ് ഡിസൈൻഡ്, അല്ലെങ്കിൽ ഹാർട്ട് ഈസ് ഡിസൈൻഡ്, അല്ലെങ്കിൽ ദ ലിവർ ഈസ് ഡിസൈൻഡ്, അല്ലെങ്കിൽ ബ്രെയിൻ ഈസ് ഡിസൈൻഡ് ടു ഫങ്ഷൻ 100+ ഇയേഴ്സ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഫങ്ഷൻ ചെയ്യാൻ കഴിവുള്ള ആന്തരിക അവയവങ്ങളുമായി ജന്മം എടുത്ത ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നത് ശരാശരി ഇപ്പോൾ 70s 60 to 70s. ബാക്കി ശരിക്കും പറഞ്ഞാൽ എൻ്റെ പകുതി ജീവിതം മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മോക്ഷത്തിലേക്കുള്ള നമ്മുടെ സാധ്യതയും കുറയുന്നു. കാരണം എന്താ? നമ്മൾ ഈ പറയുന്ന ആഗ്രഹങ്ങളുടെ പിറകെ ജീവിച്ച് ടെൻഷൻ, പ്രഷർ, സ്ട്രെസ്സ്, ഭയം, മരണം എന്ന ഭയം, ഇതിൻ്റെയൊക്കെ കൂടെയാണ് നമ്മളെ സഞ്ചാരം കൂടുതലും. രാവണൻ്റെ കൂടെയാണ് നമ്മൾ, ശ്രീരാമൻ്റെ കൂടെയല്ല. ഞാൻ കളിയായി ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭ്രമത്തിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ആയുസ്സിന് ക്ഷയം സംഭവിക്കും. അതുകൊണ്ടാണ് ശബരിമല ആരാധന എന്താണ്? മോക്ഷപ്രദായകനാണ്. അവിടെ ഇരിക്കുന്നത് മോക്ഷ സ്വരൂപത്തിലാണ് ശാസ്താവ്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന പോലെ പത്നി പൂർണ്ണ പുഷ്കല സമേതനായി, അല്ലേ? അല്ലെങ്കിൽ പ്രഭയും സാത്യകൻ എന്ന മകൻ്റെയും കൂടെ ഇരിക്കുന്ന ശാസ്താവ് ശബരിമലയിൽ മോക്ഷപ്രദായകനാണ്. മോഹങ്ങളുടെ ക്ഷയം, യഥാർത്ഥത്തിൽ ജീവിതം ജീവിക്കാനും പരിപൂർണമായ ആയുസ് നമ്മൾക്ക് തരാനും വേണ്ടി ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ചൈതന്യമായിട്ടാണ് അവിടെ ആരിയ്ക്കുന്നത്? അയ്യപ്പൻ ഇരിക്കുന്നത്, അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈ തത്വങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അയ്യപ്പനെ സമീപിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ മോക്ഷത്തിലേക്കുള്ള ധാമമായിട്ട് അതിനെ മാറ്റേണ്ടത്. അല്ലാതെ ഞാനീ പറഞ്ഞ പോലെ 41 ദിവസം വെറുതെ കറുപ്പ് ഡ്രസ്സും ഒരു കറുത്ത മാലയോ അല്ലെങ്കിൽ കഴുത്തിൽ മാലയും മുദ്രയും അണിഞ്ഞ് പച്ചക്കറി മാത്രം തിന്ന് അയ്യപ്പനെ കാണാൻ പോകുന്ന ഒരു പരിപാടിയല്ല ശ്രീ ശബരിമല ശാസ്താ തീർത്ഥാടനം. അപ്പോൾ എന്തായാലും വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെയുള്ള മരണം, അപകട സാധ്യതയെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങും. അപ്പോൾ പൂർണ്ണമായ അർപ്പണത്തോടും പ്രചോദനത്തോടും കൂടി
നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടല്ലോ, അത് നമ്മൾ നഷ്ടപ്പെടുത്തും. ഈ ഭയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തും. എങ്ങനെ? അർപ്പണബോധത്തോടും ഇൻസ്പിറേഷണൽ പ്രചോദനപരമായി നമ്മൾ ജീവിതം നയിക്കാനുള്ള ഇച്ഛാശക്തി. അതെന്താണ്? ആഫ്റ്റർ 60s ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ദുബായിൽ എൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ പോഡ്കാസ്റ്റിൽ, കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ വരുന്ന പോഡ്കാസ്റ്റ് സെക്കൻഡ് എപ്പിസോഡിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബോസായി വന്ന ആൾ, എൻ്റെ ജനറൽ മാനേജറായി ഇരുന്ന ആൾ, അയാളൊക്കെ ഞാൻ കാണുന്നത് 60ാമത്തെ വയസ്സിലാണ്. എന്ത് എനർജിയാണെന്ന് അറിയും. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ഈ ഒരു വികാരത്തിന് അടിമപ്പെടാത്തതുകൊണ്ടാണ്. എന്ത്? മരണം എന്ന ഭയത്തിനെ അടിമപ്പെടുന്നത്. നമ്മുടെ അവസ്ഥ എന്താണ്? 60 ആകുമ്പോഴേക്ക് ഗവൺമെൻറ് ജോബിലുള്ള ആൾക്കാരാണെങ്കിൽ മാനസികമായിട്ട് അവർ റിട്ടയർമെൻറ്റിൽ നിന്ന് റെഡിയാവും. പിന്നെ ഒരു ഒതുങ്ങലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഉന്തും തള്ളൊക്കെയാണ് ജീവിതത്തിൽ. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. നമ്മൾക്ക് വേണ്ടത് എന്താണ്? പൂർണ്ണമായ അർപ്പണബോധത്തോടും പ്രചോദനത്തോടും കൂടി നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ ഉള്ളിൽ മന്ദരം പോലെ ഉണ്ടാവണം. മന്ദരപർവ്വതം പോലെ നേരത്തെ ഉണ്ടാവണം. അതിനെ ഇന്റലക്റ്റ് ആകുന്ന വാസുകിയെ കൊണ്ട് ഈ പറയുന്ന പോലെ എപ്പോഴും, അല്ലെ, ദേവന്മാരോ അസുരന്മാരും ഇങ്ങനെ കടയുന്നുണ്ടെങ്കിലും വാസുകി സ്റ്റേണായിട്ട് ഇങ്ങനെ ഉണ്ടാവും. എന്തിനെ? ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ? ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തിയെ ഗൈഡ് ചെയ്യുമ്പോൾ ആ ഇച്ഛാശക്തി ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ വരുമ്പോഴും മോശം അനുഭവങ്ങൾ വരുമ്പോൾ അവിടെയാണ് കൂർമ്മം വിഷ്ണു വരുന്നത്. മോശം അനുഭവങ്ങളാണ് കര, നല്ല അനുഭവങ്ങളാണ് സമുദ്രം. ഇത് രണ്ടിലൂടെയും കൂടെ നമ്മളെ ഇച്ഛാശക്തിയെ കൊണ്ടുപോകുന്ന ആളാണ് കൂർമാവതാരം. അപ്പം ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് മരണഭയത്തിൽ നിന്ന് നമ്മൾ മുക്തമാവും. അങ്ങനെ മരണഭയത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ നമ്മൾ വളരെയധികം കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകും. ജീവിതത്തിൻ്റെ അമൃതിനായുള്ള സ്വാഭാവികമായ അന്വേഷണം നമ്മൾ മറന്നുപോകും. ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസയേഴ്സിന് പിന്നാലെയുള്ള ഓട്ടം, ആ ഓട്ടത്തിൻ്റെ ഇടയിൽ എന്താണോ യഥാർത്ഥത്തിൽ എനിക്ക് ജീവിതത്തിൽ വേണ്ടത്, ഞാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഫാമിലിയിൽ മറ്റുള്ള ആളുകൾക്ക് ഇൻസ്പിറേഷണൽ ഫിഗറായി ജീവിക്കേണ്ട ഒരു അമൃതിനെ പോലെ ഉണ്ടാവേണ്ട, അല്ലേ, മരണമില്ലാതെ. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങൾ മരിച്ചാലും എത്രയോ തലമുറകൾ നിങ്ങളെ ഓർക്കണം. അതെപ്പോഴേ ഓർക്കും? നിങ്ങൾ അങ്ങനെ ഒരു ഫിഗറായി ജീവിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ തലമുറ, അല്ലേ, അദ്ദേഹത്തെ വളരെ എന്താ പറയുക, ഇന്നും അവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ ആ പരമ്പര ഇന്നും അഭിമാനത്തോടെ ഓർക്കും. ശ്രീശങ്കരൻ്റെ പരമ്പര, നേതാ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പരമ്പര, ഭഗത് സിംഗിൻ്റെ പരമ്പര, അവരുടെയൊക്കെ ഫാമിലിയിൽ ഇന്നും എത്രയോ തലമുറകൾ കഴിഞ്ഞു. ഇന്നും അവരെന്താണ്? അവരിന്നും ജീവിക്കാതെ നിൽക്കുന്നു. അതിനെയാണ് നമ്മൾ അമൃതത്വം, ജീവിതം കടഞ്ഞ് അവർ കണ്ടെത്തിയ അമൃതതത്വമാണത്. അതുകൊണ്ട് ഇന്നും അവർ ജീവിക്കുന്നു. അപ്പം നമ്മളും ഇതേപോലെയാണ് വേണ്ടത്. ജീവിതത്തിൽ നിങ്ങളൊരു അമ്മയാണോ, അച്ഛനാണോ, സഹോദരിയാണോ, ഭർത്താവാണോ, ഭാര്യയാണോ, ഏത് റോളിലും നിങ്ങൾ ഈ അമൃതത്വമായി വിളങ്ങണം, പൂർണ്ണതയാൽ വിളങ്ങണം. അപ്പോഴാണ് നിങ്ങൾ കാലങ്ങളോളം മരണമില്ലാതിരിക്കുക. അതാണ് ഈ അമൃതത്വം. ചുമ്മാ അല്ലാണ്ട് ഇങ്ങനെ കുടിച്ച് രോഗമില്ലാണ്ട് വരുന്ന ഒരു മരുന്ന് എന്നൊന്നും നമ്മൾ ധരിച്ചു പോകരുത്. അപ്പോൾ ഹലാഹലത്തിൻ്റെ അല്ലെങ്കിൽ ഹാലാഹലത്തിൻ്റെ ഉദയം കൊണ്ട് സമുദ്രമഥനം തടസ്സപ്പെടും, അല്ലേ? ഹാലാഹലം വരുന്ന സമയത്ത് ഇവരൊക്കെ പേടിച്ച് ആകെ പ്രശ്നത്തിലാണ്. എന്നിരുന്നാലും സംഹാരത്തിൻ്റെ ദേവനായ പരമശിവൻ അപ്പോഴാണ് വരുന്നത്. നേരത്തെ വിഷ്ണു വന്നു കൂർമ്മമായിട്ടല്ലേ. ഇനിയോ അടുത്ത ആൾ വരുന്നത് പരമശിവനാണ്. പരമശിവൻ വന്നിട്ട് എന്ത് ചെയ്യും? ആ ഹാലാഹലത്തെ അങ്ങ് കൺസ്യൂം ചെയ്യും, സ്വീകരിക്കും. എന്തിനാണ്? എന്നിട്ട് തൻ്റെ കണ്ടത്തിലെ നിലനിർത്തും. ഇവിടെ അതൊരു വലിയൊരു തത്വമുണ്ട്. അല്ലാണ്ട് പാർവതി എന്താ പറയുക, കണ്ടം കയറി പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു തത്വമുണ്ട്. ശിവനെ പോലെ നിങ്ങളും മരണത്തെ പവിത്രമായി ഉൾക്കൊള്ളണം. മരണം എന്ന ആ വിഷത്തെ, ആ ഭയത്തെ ശിവൻ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ നമ്മളും സ്വീകരിക്കണം. ജീവിതത്തിൽ വളരെ പവിത്രമായി, കാരണം അതൊരു സത്യമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സത്യമുണ്ടെങ്കിൽ അത് മരണമാണ്, അല്ലേ? എല്ലാവർക്കും ഒരുപോലെ, അല്ലേ? ജീവിതത്തിൽ എന്തായാലും വരുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം മരണമാണ്. അപ്പോൾ അതിനെ പവിത്രമായി ഉൾക്കൊള്ളുക. എന്നിട്ടോ പക്ഷെ എന്നാലോ ജീവിതത്തിൽ അതിനെക്കുറിച്ച് മറക്കരുത്. മരണം ഉണ്ടാവുമെന്ന് വെച്ചാൽ മരണം മറന്ന് ജീവിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ശിവനെ ഇത് കണ്ടത്തിൽ തടഞ്ഞു വെച്ചു, ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനെ ദഹിപ്പിക്കുക എന്ന കടമ അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ ശരീരം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ മരണത്തെക്കുറിച്ച് നിങ്ങൾ അമിതമായ ജാഗ്രത പുലർത്തരുത്. കാരണം എന്താ, അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊടുക്കുമ്പോഴാണ്
നിങ്ങൾ എക്സ്ട്രാ കോഷ്യസ് ആയി അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾക്കറിയുന്നില്ലേ വിശ്വവിഖ്യാതനായ പോപ്പ് ഗായകൻ, ഞങ്ങൾക്ക് ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിൻ്റെ, മൈക്കിൾ ജാക്സൺ. കാരണം ഒന്നുമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ഉയരങ്ങൾ കീഴടക്കിയ ആ ഒരു ഇൻസ്പിറേഷണൽ പവർ ഉണ്ടല്ലോ, ആ ഒരു എല്ലാത്തിനെയും ജയിക്കാനുള്ള ആ ഒരു പവർ, അത് ശരിക്കും മാനിക്കേണ്ടതാണ്. പക്ഷെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തെ ഈ ഭയം ഗ്രസിച്ചു നേരത്തെ കാലത്തെ. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം സദാ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് അല്ലേ, ഒരുപാട് ശസ്ത്രക്രിയകൾ ചെയ്തു തൻ്റെ ഫെയിം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ. അദ്ദേഹം ശരിക്കും നമുക്ക് ഈ ആധുനികതയിൽ പഠിക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ശരിക്കും ഒരു റിസർച്ച് ക്യാരക്ടറാണ് അത് ശരിക്കും. അപ്പോൾ എന്ത് പറ്റി, ഈ പറയുന്ന പോലെ മരണം എന്ന ഭയം പിടികൂടിയതുകൊണ്ട് മരണത്തെ നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് ധാരാളം വഴികൾ അദ്ദേഹം ശ്രമിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ദൈവീകവും ആസുരീകവുമായ ഈ കടച്ചലിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് കൂടുതലും വ്യക്തിപരമായ കാര്യങ്ങളിൽ കുറേയൊക്കെ വീഴ്ച സംഭവിച്ചു അല്ലേ. ഫലം എന്താണ് ഉണ്ടായത്, എത്രയോ ചെറുപ്പത്തിലെ അദ്ദേഹം ഈ ഭൂലോകം വിട്ടു പോകേണ്ട ഇത് വന്നു. അപ്പം മരണം എന്നുള്ളത് സത്യമാണ്, അത് ശിവൻ സ്വീകരിച്ചതുപോലെ പവിത്രമായി സ്വീകരിക്കുക. പക്ഷെ അത് കണ്ടെത്തൽ നിർത്തുക, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കരുത്. നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസിന് എൻ്റെ ചിന്തയൊന്നും ഒരിക്കലും ആ മരണം എന്നുള്ളത് ബാധിക്കരുത്. ശിവൻ കണ്ടെത്തൽ നിർത്തിയാൽ അവിടെ നിർത്തുക, ശരീരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത്. അപ്പോൾ എന്താവും, മരണത്തെക്കുറിച്ചുള്ള അമിതമായ ജാഗ്രത എനിക്ക് ഉണ്ടാവില്ല. ശിവനും അത് തന്നെയാണ് ചെയ്തത്. അത് പുറത്തേക്ക് കൊടുത്തില്ല അല്ലെ, ഛർദ്ദിച്ചിട്ടില്ല. എന്ത് ചെയ്തു, അകത്തും കൊടുത്തില്ല, അവിടെ അങ്ങ് നിർത്തി. എന്നിട്ട് ഈ മാരകമായ ജീവിതത്തിലെ ഈ മാരകമായ ഭയം അല്ലെങ്കിൽ വിഷം, ഹാലാഹലം, മരണം എന്ന ആ ഒരു വിഷം നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളാൻ പഠിച്ച് അടിസ്ഥാനപരമായി ജീവിതത്തിൻ്റെ അമൃത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പേ മരണത്തിൻ്റെ തുടർച്ചയായ ഉത്കണ്ഠ ആദ്യം നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമുദ്രമഥനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിഷം വന്നത്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ജീവിതത്തിനെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോവാൻ, അമൃതത്വം നേടാനുള്ള ആ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ആര് വരിക, നിങ്ങളിൽ മരണഭയം വരിക. ആ മരണഭയം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഉൾക്കൊള്ളണം. ഓക്കെ, ലെറ്റ് ഇറ്റ് കം. എന്ത് ചെയ്യാൻ സാധിക്കും, അതെന്തായാലും പ്രപഞ്ച സത്യമാണ്. സൂര്യൻ ഉദിക്കും എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്, അസ്തമിക്കും എന്നുള്ളത് പ്രപഞ്ച സത്യമല്ലേ. ആ സത്യത്തിന് മുമ്പിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാമല്ലോ. നിങ്ങൾ 4 മണിയാകുമ്പോൾ ടെൻഷനാണ്, അയ്യോ ഇനിയിപ്പോൾ സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണോ നിങ്ങൾ? അല്ലല്ലോ, നിങ്ങൾക്കറിയാം അത് അസ്തമിച്ചാലും നാളെ വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അതിനെ ഉൾക്കൊണ്ടു. ആ സൂര്യാസ്തമയം നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് മരണഭയം, ഒരിക്കലും നിങ്ങളെ ബാധിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസുമായിട്ട് മുൻപോട്ട് പോകണം. കാരണം എന്താ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിൽ അമൃതത്വം നേടുക അല്ലെങ്കിൽ കൈകളിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആര് വന്ന് നിങ്ങളെ ശല്യം ചെയ്യാം, ഈ പറയുന്ന ഹാലാഹലം വന്നിട്ട് നിങ്ങളെ ശല്യം ചെയ്യും. ആ ശല്യം ചെയ്യുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളുക. പക്ഷെ അത് എങ്ങനെ ഉൾക്കൊള്ളുക, അതൊരു സത്യമാണ്. വൈ ഷുഡ് ഐ ഗെറ്റ് ബോതേർഡ് അബൌട്ട് ദാറ്റ്. ഇന്ന് ഈ നിമിഷം മരണം എന്നെ പുൽകിയാലും അത് ഒരു സത്യമാണ്. ഓക്കെ, ഐ എം പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ മരണത്തിൻ്റെ തുടർച്ചയായ ഉത്കണ്ഠയെ ആദ്യം നശിപ്പിക്കുക. പിന്നെ എന്താണ്, പിന്നീടുള്ള ഭാഗത്ത് അത് ഒരു രൂപകമായി നല്ല കാര്യങ്ങൾ ദേവന്മാർക്കും മോശമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാലാഴി മദനം കഥയിൽ തന്നെ അല്ലെങ്കിൽ പുരാണത്തിലെ ഈ ഒരു സാന്ദർഭികമായ അവസ്ഥയിൽ നമ്മൾ കാണുന്നത് എന്താണ്, ശരിക്കും നല്ല കാര്യങ്ങളൊക്കെ, ഈ ഉയർന്നു വന്ന നല്ല കാര്യങ്ങളൊക്കെ ദേവന്മാർക്കും മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മനുഷ്യനെ ഭ്രമത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, അത് ഈ പറഞ്ഞ വാരുണി, ഉച്ചൈശ്രവസ്, ഇതൊക്കെ അസുരന്മാരാണ് കൊണ്ടുപോയത് അല്ലേ. അതെന്താണ് അതിനർത്ഥം? അതിൻ്റെ അർത്ഥം അതിലും നമ്മൾ ചിന്തിക്കാനുണ്ട്. എന്താണ്, നമ്മുടെ ജീവിതം നയിക്കാൻ നമ്മൾ ദേവതകളെ അനുവദിച്ചാൽ അല്ലേ, നമ്മൾ ദേവതകളെ അനുഭവിച്ചാൽ, ത്യാഗം അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, ദൈവികമായ മാറ്റങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. ഇത്രയും നേരം ഇതൊക്കെ കേട്ടിരുന്നതിനും ഈ പ്രഭാതത്തിൽ ഈ രാവിലെ ഉണർന്ന് എണീറ്റ് ഇതൊക്കെ കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ തന്നെ ഇത് അയ്യപ്പ സ്വാമിയായിട്ട് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ഒരു ഉദ്യമമാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി സമൂഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാണ്. ഇതൊന്നും നമ്മുടെ സൃഷ്ടിയോ നമ്മുടെ കഴിവോ ഒന്നുമല്ല,
ഇതൊക്കെ സാക്ഷാൽ ധർമ്മശാസ്താവ് നമ്മളിലേക്ക് ഒഴുക്കി തന്നത് മാത്രമാണ്. നിങ്ങളും അതുപോലെ അയ്യപ്പന് വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക, പരമാവധി ആളുകളിലേക്ക് എത്തുക. അടിസ്ഥാനപരമായിട്ട് നിർബന്ധമായി നിങ്ങളുടെ വീടുകളിലുള്ള എല്ലാവരിലേക്കും ഇത് ഒന്നാം ഘട്ടമായിട്ട് അതെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.